രാക്ഷസന്റെ ആക്രമണം. രത്നാപൂർ എന്നു പേരുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു. അവിടെ ഭാനുപ്രതാപ് എന്നു പേരുള്ള ഒരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ രാജാവും ഭാര്യയും 6 മക്കളും ഉണ്ടായിരുന്നു. രത്നാപൂരിൽ രാക്ഷസന്റെ ആക്രമണം രൂക്ഷമായിരുന്നു. ആ രാക്ഷസൻ രാജ്യത്തിലെ ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുമായിരുന്നു. അതുകൊണ്ട് ആ നാട്ടിലെ ആളുകൾ കുട്ടികളെ സംരക്ഷിക്കാനായി രാത്രി മുഴുവനും കാവലിരുന്നു. ഒരു ദിവസം ആ രാക്ഷസൻ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും രാജാവിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവന്റെ അമ്മ പറഞ്ഞു, രാജാവേ, എന്റെ മകനെ രക്ഷിച്ചാലും. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഇപ്പോൾ തന്നെ ആ പിശാചിനെ പിന്തുടർന്ന് അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ മകനെ ഞാൻ തിരിച്ചു തരാം. രാജാവ് ഇത്രയും പറഞ്ഞുകൊണ്ട് തന്റെ കുതിരപ്പുറത്ത് കയറി രാക്ഷസനെയും അന്വേഷിച്ച് യാത്രയായി. രാക്ഷസൻ ആ കുട്ടിയെയും എടുത്ത് കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാജാവും കാട്ടിനകത്തേക്ക് തന്നെ പോയി. കൊട്ടാരത്തിൽ റാണിയും മക്കളും രാജാവിനെയും പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു. അവരെല്ലാവരും വളരെ വിഷമത്തിലായിരുന്നു. രാക്ഷസൻ അദ്ദേഹത്തെ ഉപദ്രവിച്ചോ എന്ന് അവർ ഭയന്നു. എന്നാൽ രാജാവ് രാക്ഷസന്റെ കയ്യിലകപ്പെട്ടു. രാക്ഷസൻ ആ രാജാവിനെയും ബാലകനെയും അവിടെ വെച്ച് വധിച്ചു. പിറ്റേന്ന് മഹാറാണി രാജാവിനെ അന്വേഷിക്കുന്നതിനായി തന്റെ ഭടന്മാരെ കാട്ടിലേക്ക് അയച്ചു. ഭടന്മാർ രാജാവിനെ അന്വേഷിച്ച് കാട്ടിലേക്ക് ചെന്നപ്പോൾ കണ്ടത് രാജാവിന്റെ മൃതദേഹമായിരുന്നു, കൂടെ ആ ബാലകന്റെയും. ഭടന്മാർ 2 മൃതദേഹങ്ങളും കൊണ്ട് കൊട്ടാരത്തിൽ തിരിച്ചെത്തി. രാജാവിന്റെ മൃതദേഹം കണ്ട് ബോധരഹിതയായ റാണിയും ഉടൻ തന്നെ മരണപ്പെട്ടു. അതോടെ രാജ്യം അനാഥമായി. തുടർന്ന് രാജാവിന്റെ ക്രൂരനായ സഹോദരൻ ആ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തു. അയാൾ സഹോദരന്റെ മക്കളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അവരെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി ഒരു കുടിലിൽ താമസിപ്പിച്ചു. രാജാവിന്റെ മകളായിരുന്നു അവരിൽ ഏറ്റവും മൂത്തത്. അവൾ വളരെ ബുദ്ധിമതിയായിരുന്നു. അവൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ തന്റെ സഹോദരന്മാർക്ക് കാവലിരുന്നു. ഒരു ദിവസം വല്ലാത്ത ക്ഷീണം കാരണം അവൾ അറിയാതെ ഉറങ്ങിപ്പോയി. ആ സമയത്ത് ആ രാക്ഷസൻ വന്ന് ആ 5 സഹോദരന്മാരെയും എടുത്തുകൊണ്ടുപോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്റെ സഹോദരന്മാരെ കാണാതെ അവൾ ഒരുപാട് കരഞ്ഞു. കരഞ്ഞ് കരഞ്ഞ് അവളുടെ ശബ്ദം നഷ്ടപ്പെട്ടു. അങ്ങനെ അവൾ മൂകയായി മാറി. അവൾ അവളുടെ സഹോദരന്മാരെയും അന്വേഷിച്ച് യാത്രയായി. ഒരുപാട് അന്വേഷിച്ചിട്ടും സഹോദരന്മാരെ കണ്ടെത്താനായില്ല. അവൾ അവളുടെ സഹോദരന്മാരെ നഷ്ടപ്പെട്ട വിഷമത്തിൽ അവളുടെ സ്വബോധമില്ലാതായി. അവൾ വഴിയരികിൽ തന്റെ സഹോദരന്മാരെയും അന്വേഷിച്ചു നടന്നു. ഒരു ദിവസം അടുത്ത രാജ്യത്തെ രാജാവ് അതിലൂടെ പോവുകയായിരുന്നു. അവളെ കണ്ട് അയാൾ മോഹിതനായി. അവളെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു. സൈനികൻ രാജാവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്തു. അവളുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് മരണപ്പെട്ടത്, അവളുടെ സഹോദരന്മാരെ രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയതും എല്ലാം. രാജാവ് ഇതെല്ലാം കേട്ട് വളരെ ദുഃഖിതനായി. അദ്ദേഹം പറഞ്ഞു, ആ പെൺകുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരൂ. ആ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ഭടന്മാർ അവളെ കൊട്ടാരത്തിലെത്തിച്ചു. രാജാവ് അവളെ വിവാഹം കഴിച്ചു. രാജാവ് അവളെ ഒരുപാട് സ്നേഹിച്ചു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം രാജാവിനൊരു ആൺകുഞ്ഞ് ജനിച്ചു. രാജാവ് റാണിയോട് പറഞ്ഞു, നോക്കൂ, നമുക്കൊരു കുഞ്ഞ് പിറന്നു. അവന് നീ തന്നെ പേരിടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അവൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. അവൾ രാജാവിന് അവളുടെ ഒരു മുടി പറിച്ചു കൊടുത്തു, കൂടെ ഒരു മുത്തും. രാജാവ് പറഞ്ഞു, ഇത് എന്താണ് ഇതിന്റെ അർത്ഥം? ഒരുപാട് ആലോചിച്ചതിനു ശേഷം രാജാവ് റാണിയോട് പറഞ്ഞു, കേശമുത്തെന്ന് പേരിടണമെന്നാണോ നിന്റെ ആഗ്രഹം? റാണി അതേ എന്ന് തലയാട്ടി സമ്മതിച്ചു. രാജാവ് തന്റെ മകന് കേശമുത്ത് എന്ന് പേരിട്ടു. ഒരു ദിവസം രാജാവ് ആലോചിച്ചു, എന്തുകൊണ്ട് ഞാൻ റാണിയുടെ സഹോദരന്മാരെ അന്വേഷിച്ചുകൂടാ? സഹോദരന്മാരെ കണ്ടെത്തിയാൽ ചിലപ്പോൾ റാണിയുടെ ശബ്ദം തിരിച്ചു വന്നാലോ? രാജാവ് തന്റെ ഭടന്മാരെയും കൂട്ടി രത്നാപൂരിന്റെ സമീപത്തുള്ള കാട്ടിലേക്ക് പുറപ്പെട്ടു. രാജാവ് കാട്ടിലെത്തിയപ്പോൾ നല്ല ഭംഗിയുള്ള 5 മാൻകുട്ടികൾ തുള്ളിച്ചാടി നടക്കുന്നത് കണ്ടു. രാജാവിന് ആ മാൻകുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. രാജാവ് ആ 5 മാൻകുട്ടികളെയും കൊണ്ട് കൊട്ടാരത്തിൽ വന്നു. റാണി ആ മാൻകുട്ടികളെ കണ്ടതും ഒരുപാട് സന്തോഷവതിയായി. എന്നിട്ട് അവയെ സ്നേഹത്തോടെ തലോടി. അതിന്റെ കാലിൽ ഒരു ലോക്കറ്റ് കെട്ടിയിരിക്കുന്നതായി റാണി കണ്ടു. ആ ലോക്കറ്റ് 5 മാനുകളുടെയും കാലിലുണ്ടായിരുന്നു. ആ ലോക്കറ്റ് അവളുടെ സഹോദരന്മാരുടെ കഴുത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു. അവൾക്ക് മനസ്സിലായി,
രാക്ഷസൻ തന്റെ സഹോദരന്മാരെ മാനുകളാക്കിയെന്ന്. അവൾ കരയാൻ തുടങ്ങി. അപ്പോൾ രാജാവ് എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എന്റെ അച്ഛനെ ഓർത്തും എന്റെ അമ്മയെ ഓർത്തും എന്റെ സഹോദരന്മാരെ ഓർത്തുമാണ് ഞാൻ കരയുന്നത്. അവൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ രാജാവ് സന്തോഷവാനായി. രാജാവ് പറഞ്ഞു, നീ പറയുന്നത് ഈ മാനുകൾ നിന്റെ സഹോദരങ്ങളാണെന്നാണോ? റാണി കരഞ്ഞുകൊണ്ട് അതെ എന്ന് പറഞ്ഞു. രാജാവ് ആലോചിച്ചു, റാണിയുടെ സഹോദരന്മാരെ വീണ്ടും ഇങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാമെന്ന്. അദ്ദേഹം പ്രസിദ്ധനായ മന്ത്രവാദിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആ മാനുകളുടെ കാര്യം പറഞ്ഞു. മന്ത്രവാദി പറഞ്ഞു, ഇവർ പിശാചിന്റെ മാന്ത്രിക ശക്തി കൊണ്ട് മാനായി മാറിയതാണ്. ഇവരെ രക്ഷിക്കാൻ എൻ്റെ കയ്യിൽ ഒരു മാന്ത്രിക വിദ്യയുണ്ട്. രാജാവ് പറഞ്ഞു, എങ്കിൽ ബാബ, താങ്കൾ ഇവരെ രക്ഷിച്ചാലും ഞാൻ താങ്കൾക്ക് സമ്മാനം നൽകാം. മന്ത്രവാദി തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് 5 മാൻകുട്ടികളെയും പൂർവ്വസ്ഥിതിയിലാക്കി. ഇത് കണ്ട് റാണി അത്യധികം സന്തോഷിച്ചു. അങ്ങനെ രാജാവും റാണിയും അവളുടെ സഹോദരന്മാരോടൊപ്പം ഒരുപാട് കാലം സുഖമായി ജീവിച്ചു. പേടിപ്പെടുത്തുന്ന മന്ത്രവാദിനി. രത്നാപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു പേടിപ്പെടുത്തുന്ന മന്ത്രവാദിനി ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലുള്ളവർ അവളെ ഒരുപാട് ഭയപ്പെട്ടിരുന്നു. രാത്രിയിൽ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ ആ മന്ത്രവാദിനി അയാളെ തിന്നുമായിരുന്നു. ഗ്രാമവാസികൾ രാത്രി 8 മണിക്ക് മുൻപ് തന്നെ തങ്ങളുടെ ജോലികളെല്ലാം തീർത്ത് വീട്ടിലെത്തുമായിരുന്നു. രാത്രിയിൽ ആര് തന്നെ വിളിച്ചാലും അവർ വാതിൽ തുറക്കില്ലായിരുന്നു. ഒരു ദിവസം രാമുവിന്റെ വീട്ടിൽ ഒരു അതിഥി വന്നു. അത് രാമുവിന്റെ അമ്മാവന്റെ മകനായിരുന്നു. രാമുവിനെ കാണാൻ അവൻ ഇടയ്ക്ക് വരുമായിരുന്നു. രാമു തന്റെ അർദ്ധ സഹോദരനോട് പറഞ്ഞു, ഹരീഷ്, നീ വൈകുന്നേരം 8 മണിക്ക് മുൻപ് വീട്ടിൽ വരണം. ഇവിടെ മന്ത്രവാദിനിയുടെ ശല്യമുണ്ട്. 8 മണിക്ക് ശേഷം ആരെ പുറത്തു കണ്ടാലും അവൾ അവരെ കൊന്നുകളയും. ഹരീഷ് പറഞ്ഞു, അതെ രാമുചേട്ടാ, എനിക്ക് ഇതുപോലെയുള്ള ഒന്നും പേടിയില്ലെന്നേ. പ്രേതവും പിശാചും മന്ത്രവാദിനി ഒന്നും ഇല്ലെന്നേ. ഇതെല്ലാം നമ്മുടെ ഓരോ വിശ്വാസങ്ങളാണ്. രാമു പറഞ്ഞു, അല്ല ഹരീഷ്, നീ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ഹരീഷ് പറഞ്ഞു, ശരി ചേട്ടാ, ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗം തിരിച്ചു വരാം. ഇതും പറഞ്ഞുകൊണ്ട് അവൻ കാട്ടിനകത്തേക്ക് നടന്നു. എന്നിട്ട് ആലോചിക്കാൻ തുടങ്ങി. സത്യത്തിൽ ഗ്രാമത്തിൽ മന്ത്രവാദിനിയുടെ ശല്യമുണ്ടെങ്കിൽ അവിടെ നിന്നും മന്ത്രവാദിനിയെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൻ മുന്നോട്ട് നടന്നു. അവൻ അങ്ങനെ ആലോചിച്ച് നടന്ന് കാട്ടിലെ ഒരു തടാകത്തിനടുത്തെത്തി. അവൻ നോക്കിയപ്പോൾ തടാകത്തിനപ്പുറത്ത് ഒരു കുടിൽ കണ്ടു. അവൻ ആലോചിച്ചു, ഇത്രയും ഘോര വനത്തിനുള്ളിൽ ആരാണ് ഇവിടെ താമസിക്കുന്നത്? അവൻ അതിനകത്ത് കയറി നോക്കിയപ്പോൾ ഒരു സന്യാസി മന്ത്രങ്ങൾ ജപിക്കുന്നതായി കണ്ടു. ഹരീഷ് ആലോചിച്ചു, ഈ സ്വാമിജിക്ക് എന്നെ സഹായിക്കാൻ കഴിയുമായിരിക്കും. ഹരീഷ് സന്യാസിയെയും കൂട്ടി ഗ്രാമത്തിലേക്ക് പോന്നു. ഹരീഷ് ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. അവർ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും ആ മന്ത്രവാദിനി അവരുടെ അടുത്തേക്ക് വന്നു. സന്യാസി മന്ത്രവാദിനിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ സന്യാസിക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതിനേക്കാൾ ശക്തിമതിയായിരുന്നു മന്ത്രവാദിനി. മന്ത്രവാദിനി ഹരീഷിനെ പിടിച്ചു. തന്റെ മന്ത്രം കൊണ്ടും ഗംഗാജലം കൊണ്ടും ഹരീഷിനെ മന്ത്രവാദിനിയുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. ഗംഗാജലം ശരീരത്തിൽ വീണപ്പോൾ മന്ത്രവാദിനി അവിടെ നിന്നും രക്ഷപ്പെട്ടു. സന്യാസി ഹരീഷിനോട് പറഞ്ഞു, ഇവൾ വളരെ ശക്തിയുള്ള മന്ത്രവാദിനിയാണ്. ഇവളെ കുറച്ചു നേരത്തേക്ക് എനിക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. പക്ഷേ ഇവളെ നശിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇത് കേട്ടപ്പോൾ ഹരീഷ് ചിന്തിച്ചുകൊണ്ടു നിന്നു. എന്നിട്ട് സന്യാസിയോട് പറഞ്ഞു, സ്വാമിജി, അങ്ങ് എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരണം. ഗ്രാമവാസികളുടെ ഭയം നീക്കാൻ അങ്ങ് സഹായിച്ചേ മതിയാവൂ. അപ്പോൾ സന്യാസി പറഞ്ഞു, എനിക്ക് വളരെ ശക്തിയുള്ള ഒരു താന്ത്രികനെ അറിയാം. അയാൾ വലിയ വലിയ മന്ത്രവാദികളെയും ഭൂതങ്ങളെയെല്ലാം കുപ്പിയിലടച്ച് അവരെ നിർമ്മാർജ്ജനം ചെയ്യാറുണ്ട്. ഹരീഷ് പറഞ്ഞു, ശരി സ്വാമിജി, അവിടെ എത്താനുള്ള വഴി പറഞ്ഞു തരൂ. ഞാൻ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടേക്കാം. അപ്പോൾ സന്യാസി പറഞ്ഞു, മകനെ, അദ്ദേഹം മലയുടെ മുകളിലാണ് താമസിക്കുന്നത്. നേരം വെളുത്തപ്പോൾ ഹരീഷ് താന്ത്രികനെയും അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു.
ഒരുപാട് അന്വേഷിച്ചതിനു ശേഷം താന്ത്രികന്റെ കുടിൽ കണ്ടെത്തി. ഹരീഷ് വേഗം തന്നെ താന്ത്രികന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. താന്ത്രികൻ അവനോട് പറഞ്ഞു, മകനെ, നീ ഭയപ്പെടാതെ ഇരിക്കൂ. ഇത്തരം ദുഷ്ടയായ മന്ത്രവാദിനികളെ എനിക്ക് നിഷ്പ്രയാസം കീഴടക്കാൻ സാധിക്കും. നീ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകൂ. ഹരീഷ് താന്ത്രികനെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ഗ്രാമത്തിലെത്താറായപ്പോഴേക്കും നേരം ഇരുട്ടിത്തുടങ്ങി. താന്ത്രികനും ഹരീഷും വീടിന്റെ അകത്തേക്ക് വന്നു. രാത്രിയായതും മന്ത്രവാദിനി ഗ്രാമത്തിലേക്ക് വന്നു. താന്ത്രികൻ പറഞ്ഞു, ഹരീഷ്, നീ പുറത്തേക്ക് പോകൂ. ആ മന്ത്രവാദിനി നിന്നെ പിടിക്കാൻ വരുമ്പോഴേക്കും ഞാൻ അവളെ കീഴ്പ്പെടുത്തുന്നതാണ്. ഹരീഷ് പുറത്തേക്കിറങ്ങി. ഹരീഷിനെ കണ്ടതും മന്ത്രവാദിനി അവനെ പിടിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും താന്ത്രികൻ പുറത്തേക്ക് വന്നു. എന്നിട്ട് മന്ത്രങ്ങൾ കൊണ്ട് അവളെ തന്റെ കയ്യിലുള്ള കുപ്പിക്കുള്ളിലാക്കി. എന്നിട്ട് ഹരീഷിനോട് പറഞ്ഞു, മകനെ, നീ ഇതിന് ഗ്രാമത്തിന് വെളിയിൽ ദൂരെ കൊണ്ടുപോയി കുഴിച്ചിടണം. ഈ കുപ്പിയുടെ അടപ്പ് തുറന്നാൽ വീണ്ടും അവൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. ഹരീഷ് ആ കുപ്പി ഗ്രാമത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു. എന്നിട്ട് സന്തോഷത്തോടെ തിരിച്ച് ഗ്രാമത്തിലെത്തി. കുറച്ചു സമയത്തിന് ശേഷം അവിടെയുള്ള കുട്ടികൾ കളിച്ച് ആ സ്ഥലത്തെത്തി. അവർ കളിക്കുന്നതിനിടയിൽ കുഴിച്ച് ആ മാന്ത്രിക കുപ്പി പുറത്തെടുത്തു. എന്നിട്ട് ആ കുപ്പി തുറന്നു. അവരാ കുപ്പി തുറന്നതും ആ മന്ത്രവാദിനി സ്വതന്ത്രയായി. കൂട്ടുകാരെ, ഇങ്ങനെയുള്ള കഥകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് ബെല്ലൈക്കണും അമർത്തൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കഥയും നഷ്ടമാവില്ല. ഇനി അടുത്ത കഥയിൽ കാണാം. ബൈ.